കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേയിൽ എൻ്റെ മകൻ ചെയ്ത വീഡിയോ പലരും കണ്ടു. വളരെ നല്ല അഭിപ്രായങ്ങൾ ലഭിച്ച ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് അത്തരമൊരു വീഡിയോ എൻ്റെ വാപ്പച്ചിക്ക് വേണ്ടി ഞാൻ ചെയ്തില്ല. എൻ്റെ മകൻ അത്തരമൊരു വീഡിയോ ചെയ്തപ്പോൾ, അത് കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അത്തരമൊരു വീഡിയോ ചെയ്താൽ എൻ്റെ പിതാവിനും അത് കാണുമ്പോൾ ഉള്ള സന്തോഷം. വളരെ ദൂരെ ഈ ഗൾഫിലിരുന്നു കൊണ്ട് അത്തരമൊരു ചെറിയ സന്തോഷം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. വളരെ വൈകിയാണെങ്കിലും ഈ ഫാദേഴ്സ് ഡേയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ചെറുപ്പം മുതൽ രാഷ്ട്രീയം കണ്ടാണ് ഞാൻ വളർന്നത്. ഇലക്ഷനും ചൂടുപിടിച്ച ചർച്ചകളും പല ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നടക്കുന്ന മീറ്റിങ്ങുകളും സാമൂഹ്യ സേവനവുമൊക്കെയായിരുന്നു എൻ്റെ ചെറുപ്പക്കാലത്ത്. നമ്മുടെ വഴിയരികിലെ സ്ട്രീറ്റ് ലൈറ്റുകളില്ലേ, രാത്രിയായാൽ പല ദിവസങ്ങളിലും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ സൈക്കിളിൽ ഇങ്ങനെ ഇറങ്ങും. ഏതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്നുള്ള കൗണ്ട് എടുക്കാൻ. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ വാപ്പച്ചിക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം ഈ നാട്ടുകാരെയാണോ? കാരണം പല കാര്യങ്ങളും അത്രയും കരുതലോടെ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കാലം എന്നെ പഠിപ്പിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും വിദേശത്താണ്. ഒരാവശ്യം വന്നാൽ പോലും പെട്ടെന്ന് ഓടിച്ചെല്ലാൻ ഞങ്ങൾക്കാകുന്നില്ല. മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ ഓടി ഓടി പല കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നെത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ വാപ്പച്ചിക്ക് ഇന്നൊരാവശ്യം വന്നാൽ, ഇന്നൊരു വയ്യായ്മ വന്നാൽ ഈ ഗൾഫിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ പറയാം, അദ്ദേഹത്തിൻ്റെ ആ നാട്ടുകാരുണ്ട്. നാട്ടിലുള്ള പല സ്നേഹിതന്മാരുണ്ട്. ഒരാവശ്യത്തിന് ഓടിച്ചെല്ലാനും എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതിനെ സഹായിക്കാനും ഇന്ന് അദ്ദേഹത്തിന്, അന്ന് താൻ